ആരെയും സംസാരിക്കാൻ വേണ്ടി നിർബന്ധിക്കരുത്. ഇഷ്ടമുള്ളവർ നമ്മുടെ കൂടെ കാണും, അല്ലാത്തവർ പോകേണ്ടവരാണ്. പിടിച്ചു വാങ്ങുന്ന ഒന്നിനും വില കാണില്ല. അടുത്തുള്ളവയെ അവഗണിച്ചുകൊണ്ട് അകലങ്ങളിലുള്ള സുഖവും സന്തോഷവും തേടിപ്പോകുന്നത് തികച്ചും വിഡ്ഢിത്തമാണ്. അവനവനിൽ നിന്നും ഒന്നും പഠിക്കാത്തവന് അന്യരിൽ നിന്നും ഒന്നും നേടാൻ കഴിയുകയില്ല. നമ്മളെ അസ്വസ്ഥമാക്കുന്ന ചിന്തകളെ ഒഴിവാക്കിയില്ലെങ്കിൽ ചിലപ്പോൾ അത് നമ്മുടെ ആത്മവിശ്വാസത്തെയും നമ്മൾ എന്ന വ്യക്തിയെയും തന്നെ ഇല്ലാതാക്കിയേക്കാം. നിങ്ങൾക്ക് മാത്രമേ നിങ്ങളുടെ സാഹചര്യത്തെ മാറ്റാൻ കഴിയൂ. ഒന്നിനെയും ആരെയും കുറ്റപ്പെടുത്തരുത്. ഒരു മനുഷ്യനോട് നിങ്ങൾക്ക് എല്ലാ ദിവസവും ഒരേ കാര്യം വീണ്ടും വീണ്ടും പറയേണ്ടി വരുന്നുണ്ടെങ്കിൽ, അവരിൽ യാതൊരു മാറ്റവും ഉണ്ടാവുന്നില്ല എങ്കിൽ, ഒരിക്കലും അതിനർത്ഥം അവർക്ക് നിങ്ങൾ പറയുന്നത് മനസ്സിലാകുന്നില്ല എന്നല്ല. മറിച്ച് അതിനർത്ഥം അവരുടെ ജീവിതത്തിൽ നിങ്ങൾക്ക് ഒരു പ്രാധാന്യവും അവർ നിങ്ങൾക്ക് യാതൊരു ബഹുമാനവും നൽകുന്നില്ല എന്നതാണ്. സ്നേഹബന്ധങ്ങൾ നിലനിർത്തണമെന്ന് ആഗ്രഹിക്കുന്നവർ തെറ്റുകളെല്ലാം ക്ഷമിച്ചെന്നിരിക്കും. ബന്ധങ്ങൾ ഒഴിവാക്കാൻ ആഗ്രഹിക്കുന്നവർ ചെറിയ ഒരു തെറ്റിനായി കാത്തിരിക്കും. നിങ്ങളെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നവരെ വിശ്വസിക്കരുത്. ശരിക്കും സ്നേഹിക്കുന്നു എന്ന് പ്രവൃത്തിയിലൂടെ കാണിച്ചു തരുന്നവരെ മാത്രം വിശ്വസിക്കുക. ആരും ആവശ്യത്തിലേറെ സത്യസന്ധരാവരുത്. വളവില്ലാത്ത നേരെയുള്ള മരങ്ങളെയാണ് ആദ്യം മുറിക്കപ്പെടുന്നത്. സത്യസന്ധനാണ് എപ്പോഴും ക്രൂശിക്കപ്പെടുന്നത്. വീഴ്ചകളിൽ തളരാതെ, പരിഹാസങ്ങളിൽ പകച്ചു നിൽക്കാതെ പ്രതീക്ഷയോടെ കാത്തിരിക്കാം എങ്കിൽ നിങ്ങൾക്കും നിങ്ങളുടേതായ ഒരു ദിവസം ഉണ്ടാവും. മനസ്സിനേറ്റ ചില മുറിവുകൾ കാലത്തിന് മായ്ക്കാൻ പറ്റുമെന്ന് പറയുന്നത് കള്ളമാണ്. ചില വേദനകൾ, ചില വേർപാടുകൾ, ചില അപമാനങ്ങൾ, ചില ഒഴിവാക്കലുകൾ മറന്നു എന്ന് മറ്റുള്ളവരെ ബോധ്യപ്പെടുത്താനേ കഴിയൂ. മരിക്കുന്നതുവരെ മനസ്സിൽ അത് അങ്ങനെ നീറിക്കൊണ്ടിരിക്കും. വർഷങ്ങൾ മാറാം, ജീവിതവും മാറാം. പക്ഷേ മനസ്സിന് ഇഷ്ടപ്പെട്ടവരോട് ഒന്നിച്ചുള്ള ദിവസങ്ങളും സംസാരിച്ച നിമിഷങ്ങളും ഒരിക്കലും മനസ്സിൽ നിന്നും മായില്ല, മറക്കില്ല. അതിങ്ങനെ ഒരു വിങ്ങലായി കുത്തിനോവിച്ചു കൊണ്ടേയിരിക്കും. നിങ്ങൾ ചെയ്യുന്ന കാര്യം അത് ചെറുതോ വലുതോ എന്തു തന്നെ ആയിക്കോട്ടെ, അത് നിങ്ങൾക്ക് സന്തോഷവും സമാധാനവും നൽകുന്നുണ്ടെങ്കിൽ അതാണ് നിങ്ങളുടെ ശരി. എല്ലാം സംഭവിക്കുന്നത് ഒരു കാരണത്താലാണ്. ആ കാരണം മാറ്റങ്ങൾക്ക് വഴി തെളിയിക്കുന്നു. ചിലപ്പോൾ അത് വേദനിപ്പിച്ചേക്കാം, ചിലപ്പോൾ അത് പ്രയാസകരമായേക്കാം. എന്നാൽ അവസാനം അതെല്ലാം നല്ലതിനായിരിക്കും. സന്തോഷമായിരിക്കുക. എന്നാൽ എല്ലാം തികഞ്ഞിട്ടാണ് എന്നല്ല അതിനർത്ഥം. പോരായ്മകൾക്ക് അപ്പുറത്തേക്ക് നോക്കാൻ നിങ്ങൾ തീരുമാനിച്ചു എന്നാണ് അതിനർത്ഥം. വിജയം അത് കുടുംബങ്ങളിൽ ആയാലും സുഹൃത്ബന്ധങ്ങളിൽ ആയാലും എവിടെ ഒത്തൊരുമയുണ്ടോ അവിടെ തീർച്ചയായും വിജയം ഉണ്ടാകും. ഹൃദയം വളരെ മികച്ച ഒരു വളക്കൂറുള്ള മണ്ണാണ്. അവിടെ നാം എന്ത് നട്ടുപിടിപ്പിച്ചാലും, സ്നേഹമായാലും വെറുപ്പായാലും ഭയമായാലും പ്രതീക്ഷയായാലും പ്രതികാരമായാലും അസൂയയായാലും അത് തീർച്ചയായും വളരുകയും ഫലം നൽകുകയും ചെയ്യും. എന്ത് വിളവെടുക്കണം എന്ന് തീരുമാനിക്കേണ്ടത് നമ്മളാണ്. എത്ര വലിയ നിലയിൽ എത്തിയാലും നിങ്ങളുടെ വേരുകൾ മറക്കരുത്. വിനയമാണ് ഒരു മനുഷ്യൻ്റെ ഏറ്റവും വലിയ ആഭരണം. അത്രമേൽ ചേർത്ത് നിർത്തിയിട്ടും മനസ്സിലാക്കാത്തവരിൽ നിന്നും പുഞ്ചിരിയോടെ തിരിഞ്ഞു നടക്കുക. നമ്മൾ ഉള്ളതും ഇല്ലാത്തതും അവർക്ക് തുല്യമാണ്.